Nios October 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, NIOS ഒക്ടോബർ 2023 പരീക്ഷ അടുക്കാറായി. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ അസൈൻമെന്റ് മാർക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അസൈൻമെന്റ് മാർക്കിനെ കുറിച്ചിട്ടും മാർക്ക് ലഭിച്ച കുട്ടികളുടെ കാര്യങ്ങൾ, മാർക്ക് ലഭിക്കാത്തവർ എന്ത് ചെയ്യണം, അതുപോലെ മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കുകൾ ലഭിച്ചിട്ടുള്ളത്, എത്രയാണ് ലഭിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോ നമ്മുടെ NIOSന്റെ അസൈൻമെന്റ് ഒക്കെ എല്ലാവരും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് ഇപ്പൊ ഇവാലുവേഷൻ പ്രോഗ്രസ് ആയിട്ടും പെൻഡിങ് ആയിട്ടും സബ്മിഷൻ ആയിട്ടും അതുപോലെ തന്നെ സബ്മിറ്റഡ് ആയിട്ടും മാർക്ക് ലഭിച്ചിട്ടൊക്കെയാണ് സ്റ്റാറ്റസ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമ്മുടെ ഇവാലുവേഷൻ, അതായത് ഇവാലുവേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ NIOSൽ സബ്ജക്ട്സുകൾ അപ്ലോഡ് ചെയ്ത് അസൈൻമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് മാർക്ക് ലഭിച്ച കുട്ടികളുടെ കറന്റ് സ്റ്റാറ്റസ് ഇവാലുവേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾക്കൊരു നിശ്ചിത മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ 6 വിഷയങ്ങളോ 5 വിഷയങ്ങളോ എടുത്ത കുട്ടികൾക്ക് 2 എണ്ണത്തിന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, 3 എണ്ണത്തിന് വാല്യുവേഷൻ പ്രോഗ്രസ്സോ പെൻഡിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ സബ്ജക്ട്സിനെല്ലാം മാർക്സ് അലോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അതിനടുത്തുള്ള കമന്റ് നോക്കുക. ഓക്കെ, സോ മാർക്സ് ഒബ്റ്റെയിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവാലുവേഷൻ കംപ്ലീറ്റഡ് ആണ്. ആ മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ നിങ്ങളുടെ ഇന്റർണൽ അസസ്മെന്റ് മാർക്ക് CE മാർക്കായിട്ട് നിങ്ങൾക്ക് ആഡ് ആവും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഓക്കെ, സോ ഈ സ്റ്റാറ്റസിൽ ഇവാലുവേറ്റഡ് സ്റ്റുഡൻസിന് ഒരു നിശ്ചിത മാർക്ക് 1 മുതൽ 20 വരെയുള്ള ഒരു സംഖ്യക്കിടയിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ അസൈൻമെന്റ് വാലിഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരിക, ഒരു പക്ഷേ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആബ്സെന്റ് എന്നായിരിക്കും. ഒന്നെങ്കിൽ മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് ആബ്സെന്റ് AB എന്നായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൽ വരിക. മാർക്ക് ഇപ്പൊ നമുക്കിതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ടിന്റെ സമയത്തും നമുക്ക് ആ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ ആ അസൈൻമെന്റ് മാർക്ക് ആബ്സെന്റ് എന്നായിരിക്കും ലഭിക്കുക. സോ പല കാരണങ്ങളാൽ നമുക്ക് അസൈൻമെന്റ് മാർക്കുകളൊക്കെ വൈകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, സോ നമ്പർ 1, ഇവാലുവേറ്റഡ് സ്റ്റുഡൻസ് യു ആർ സേഫ്. ആ കാര്യത്തെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പ്രാക്ടിക്കൽ എക്സാമിനേഷനെ കുറിച്ചും പബ്ലിക് എക്സാമിനെ കുറിച്ചും മാത്രം കൺസേൺ ആയിക്കോളൂ. ഈ മാർക്കൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലോട്ട് അങ്ങ് വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കുക അടുത്തൊരു കാറ്റഗറി ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്നായിരിക്കും. അപ്പൊ ആ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം നിങ്ങളുടെ സബ്ജക്ട് ഇപ്പോഴും വാലിഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ചിലപ്പോൾ 5 വിഷയങ്ങൾ ഇവാലിഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഒരു പക്ഷേ 2 or 3 ഇവാലിഡേറ്റ് ചെയ്ത് മാർക്ക് കിട്ടി, 3 എണ്ണത്തിന് കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ആയിരിക്കും. ബട്ട് ഇഫ് ദിസ് സിറ്റുവേഷൻ ഈസ് ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് ഓർ ഇവാലുവേഷൻ ഇൻ പെൻഡിങ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു മാർക്ക് നമുക്ക് വരും. ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുകയാണ്, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുക, മാർക്കൊക്കെ വന്നിട്ടില്ലേ. നിങ്ങളുടെ പരീക്ഷ സമയം വരെ നിങ്ങൾക്ക് അത് വരാം. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് ഈ മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് കംപ്ലൈന്റ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടേ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മാർക്ക് ഇവാലിഡ് ആണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്ത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഈ 2 സ്റ്റാറ്റസിലാണ് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്കുള്ള മാർക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും. അതിന് മുമ്പായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം. ദെൻ അടുത്തൊരു കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും, സബ്മിഷൻ പെൻഡിങ് ആയിരിക്കും. സബ്മിഷൻ പെൻഡിങ് നമുക്ക് 2 രീതിയിലാണ് വരിക. ഒന്ന്, നമ്മൾ അസൈൻമെന്റ് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ വെച്ച അസൈൻമെന്റ് അവിടെ സബ്മിറ്റഡ് ആയിട്ടുണ്ടാവില്ല, അത് റിജക്ട് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് സബ്മിറ്റ് ആയിട്ടില്ലെങ്കിൽ സബ്മിഷൻ പെൻഡിങ് ആയിരിക്കും. സബ്മിഷൻ പെൻഡിങ് ആണ്, അത് ഇവാലുവേഷനിൽ വരില്ല. അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് വൊക്കേഷണൽ സബ്ജക്ട്സ്. നമ്മൾ 600 കോഡ് വരുന്ന സബ്ജക്ട്സുകളൊക്കെ എടുത്ത കുട്ടികൾക്ക് TMA ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെയും സബ്മിഷൻ പെൻഡിങ് ആകുകയാണ്. സോ അവരും അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഈ ഒരു സ്റ്റാറ്റസ് ആണ് നമ്മുടെ ഇപ്പോൾ TMAയുടെ നിലവിലുള്ള ഒരു കണ്ടീഷൻ, ഇപ്പോഴുള്ള സ്റ്റാറ്റസ്. സോ മക്കളെ, ഈ ഒരു കാര്യം കറക്റ്റ് നോക്കുക. മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഇൻ സേഫ് സോൺ. മാർക്ക് ഈ 2 സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ആ മാർക്ക് വരും. പക്ഷേ ഒരു നിശ്ചിത സമയത്തുള്ള നമ്മൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ മാർക്ക് എന്തായാലും വരണം. അപ്പോഴും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് കംപ്ലൈന്റ് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ സബ്മിഷൻ പെൻഡിങ് ആണെങ്കിൽ 2 കാര്യങ്ങളിൽ, ഒന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ സബ്മിഷൻ പെൻഡിങ് എന്ന് കാണിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വൊക്കേഷണൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് അസൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ കാണിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ അസൈൻമെന്റ് മാർക്ക് ലഭിച്ച കുട്ടികൾ, അതല്ലെങ്കിൽ അസൈൻമെന്റ് മാർക്കൊക്കെ ഇനി വരാൻ പോകുന്ന കുട്ടികളൊക്കെ എത്ര മാർക്ക്, അയ്യോ എനിക്ക് 20ൽ 15 കിട്ടിയിട്ടുള്ളൂ, 16 കിട്ടിയിട്ടുള്ളൂ, 8 കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ
എന്നൊക്കെ പറയും. കാരണം 20 അസൈൻമെന്റ് മാർക്ക് എന്നായിരിക്കും എല്ലാവരും ധാരണ. പക്ഷെ അങ്ങനെയല്ല മക്കളെ, എല്ലാ സബ്ജക്ട്സിനും 20 മാർക്ക് വരുന്നത്. അപ്പോൾ ഓരോ സബ്ജക്ട്സിന്റെയും മാർക്ക് എന്താണ് വരുന്നത്, ഫുൾ മാർക്ക് എത്രയാണ് അതിന്റെ മാക്സിമം സ്കോർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ടാവും മാർക്ക് 8 മാർക്ക് കിട്ടി, ബാക്കി എല്ലാത്തിനും 20 വെച്ചിട്ടുണ്ട്, ഒന്നിന് 8 ഉള്ളൂ, അപ്പൊ ഞാൻ തോറ്റു പോകുന്നുള്ള ടെൻഷൻ അടിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പക്ഷെ മക്കളെ നമ്മൾ അറിയേണ്ട കാര്യം, ചില സബ്ജക്ട്സിന് 8 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് 8ൽ 8 കിട്ടി, ഇനി കിട്ടുന്നില്ല പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 8 അതിന് മാക്സിമം മാർക്ക്, 12 മാക്സിമം മാർക്ക്, 16 മാക്സിമം മാർക്ക്, 20 മാക്സിമം മാർക്ക്. സോ 20ൽ നമുക്ക് എത്ര കിട്ടി എന്നുള്ളതാണ്, 16ക്ക് എത്ര കിട്ടി എന്നുള്ളതാണ്, 12ക്ക് എത്ര കിട്ടി, 8ക്ക് എത്ര കിട്ടി, 6ക്ക് എത്ര കിട്ടി. മാക്സിമം മാർക്ക് അറിയാതെയാണ് നമ്മൾ 20 മാർക്കാണ് അസൈൻമെന്റ് എന്നുള്ള എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. പിന്നെ എല്ലാ സബ്ജക്റ്റും 20 കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കും, എന്നിട്ട് മാർക്കില്ലല്ലോ പറഞ്ഞ് സങ്കടപ്പെടും. പക്ഷെ അതിന് എത്ര മാർക്ക് ഉള്ളൂ എന്നുള്ളത് നമുക്ക് അറിയില്ല. ആ അറിയാത്ത കാര്യം നമ്മളിവിടെ ചെക്ക് ചെയ്യുക, നമുക്ക് വരുന്ന സബ്ജക്ട്സുകൾ നോക്കുക. ഇന്റേണൽ അസസ്മെന്റ്, നമ്മുടെ CE മാർക്കുകളൊക്കെ NIOSൽ വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, സെക്കൻഡറി എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, സീനിയർ സെക്കൻഡറി +2 ആണ്. സോ സെക്കൻഡറിയിൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എടുത്ത സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് നിങ്ങൾ എടുത്തിട്ട്, അതല്ലെങ്കിൽ ലാംഗ്വേജസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അങ്ങനെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സുകളൊക്കെയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് വരുന്നത് 20 ആണ്. അപ്പൊ 20ൽ നിങ്ങൾക്ക് 20, 19, 18, 17, 16 അങ്ങനെ എന്തും കിട്ടാം. പക്ഷെ 20 അതിന്റെ മാക്സിമം കിട്ടുന്ന മാർക്ക്. ആ കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്കൊക്കെ നമുക്ക് വരിക 20 മാർക്ക് കഴിക്കും അസൈൻമെന്റ് ഉണ്ടാവുക. ഇനി മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് 17 മാർക്കാണ് മാക്സിമം വരുന്നത്. 17 മാർക്ക് മനസ്സിലാക്കുക. അപ്പൊ ഇംഗ്ലീഷിന് 20 കിട്ടി, എനിക്ക് മാത്സിന് 17 കിട്ടിയിട്ടുള്ളൂ എന്ന് കരയരുത്. കാരണം എന്താ, 17 തരുള്ളൂ, അത്രേ ഉള്ളൂ മാക്സിമം മാർക്ക്, എന്റെ അപ്പുറത്തോട്ട് മാർക്കില്ല. ഇത് അറിയില്ല ഒരുപാട് പേർക്ക്. സോ അതുകൊണ്ടാണ് ഞാനിത് മാർക്ക് ചെയ്തിരുന്നത്. സോ ഈ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകൾക്ക് 17 മാർക്ക് മാത്രമേ നമുക്ക് അസൈൻമെന്റ് വരുന്നുള്ളൂ. അപ്പൊ ആ 17ക്കാണ് മാർക്ക് ഇടുക, അല്ലാതെ 20ക്കല്ല. അത് ശരിക്കും മനസ്സിലാക്കുക. അതുപോലെ തന്നെ പെയിന്റിംഗ് എന്നുള്ള സബ്ജക്ട്, പെയിന്റിംഗ് തിയറി എടുത്ത കുട്ടികളാണെങ്കിൽ 6 മാർക്ക് മാത്രമേ അസൈൻമെന്റ് വരുന്നുള്ളൂ. എല്ലാം 20ക്കും 17ക്കും കിട്ടിയിട്ട് ഒരു സബ്ജക്ട് പെയിന്റിങ്ങിന് മാത്രം 6 മാർക്ക് എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ എത്ര വൃത്തിയിൽ എഴുതിയതാ, ഇത്ര വൃത്തിയിൽ എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ വരും. അപ്പൊ അതൊന്നും പറയണ്ട, 6 മാർക്കിന് മാക്സിമം ഉള്ളൂ. ഓക്കെ, ദെൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ 8 മാർക്കാണ് നമുക്ക് അതിന്റെ അസൈൻമെന്റ് മാർക്ക് വരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇതിന്റെ മാക്സിമം സ്കോറാ. ഇതിലോട്ട് നിങ്ങൾ എത്ര എടുത്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്തുണ്ടാവും. സോ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ മാർക്ക് കിട്ടുമ്പോൾ മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ദെൻ സീനിയർ സെക്കൻഡറിയിലോട്ട് വരിക, +2 നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഓൾ സബ്ജക്ട്സ് വിത്ത് പ്രാക്ടിക്കൽ, വിത്തൗട്ട് പ്രാക്ടിക്കൽ, ഓൾ സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽ, പ്രാക്ടിക്കൽ ഇല്ലാത്ത എല്ലാ സബ്ജക്ട്സ്, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ്, അതേപോലെ എക്കണോമിക്സ്, ദെൻ നമ്മുടെ ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾ, +2 മാത്തമാറ്റിക്സ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകൾ, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സുകൾക്ക്, അതേപോലെ ലാംഗ്വേജസിനൊക്കെ നമുക്ക് വരുന്ന ടോട്ടൽ അസൈൻമെന്റ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ്, 20 മാർക്സ് ആണ് വരുന്നത്. എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകൾക്ക്, ഇത്രയും സബ്ജക്ട്സുകൾക്ക് നമുക്ക് വരുന്നത് 16 മാർക്കാണ്. കണ്ടോ ഇവിടെ ഇംഗ്ലീഷിനും സയൻസ് എടുത്തൊരു കുട്ടി ഇംഗ്ലീഷിനും മലയാളത്തിനും 20ക്ക് 20ഉം പിന്നെ ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ 16 കിട്ടുമ്പോഴത്തേനുള്ള കോൺഫിഡൻസ് ഒക്കെ പോകും. ഇനിയിപ്പോൾ ഞാൻ ജയിക്കും എന്നുള്ള പ്രശ്നമൊക്കെ ആയിരിക്കും. ജയിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേണ്ടി ഈ മാർക്ക് 16 വരുള്ളൂ, 16 ആണ് ഇതിന്റെ മാക്സിമം മാർക്ക്. ഇനി അതിന് മുകളിൽ 17 കിട്ടില്ല എന്ന് കണ്ട് സങ്കടം അടിക്കേണ്ട. കാരണം 16ക്ക് 16 കിട്ടുള്ളൂ, 16ക്ക് 17 കിട്ടൂല. ഓക്കെ, സോ ഈ മാർക്കായിരിക്കും മക്കളെ നമുക്ക് ലഭിക്കുക. അതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ മാർക്കുകൾ വരിക. അത് ആ മാർക്കോ അതിന്റെ ഉള്ളിലായിരിക്കും. ദെൻ പെയിന്റിംഗ് തിയറി ആണെങ്കിൽ നമുക്ക് 6 മാർക്കായിരിക്കും വരിക. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 8 മാർക്കായിരിക്കും. ദെൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികളാണ് 12 മാർക്ക്, 12 മാർക്സ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് വരുന്നത്. സോ ഇതാണ് നമ്മുടെ NIOSന്റെ അസസ്മെന്റ് ക്രൈറ്റീരിയ, ഇതാണ് നമ്മുടെ TMAയുടെ അസസ്മെന്റ് ക്രൈറ്റീരിയ. ഈ മാർക്കിലാണ് NIOSന്റെ മാർക്കുകൾ വരിക. അതായത് എല്ലാ സബ്ജക്ട്സിനും ഒരേ മാർക്കാണെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അല്ല, സബ്ജക്ട്സുകൾക്കൊക്കെ മാറ്റമുണ്ട്. ഇവിടെ വിത്തൗട്ട് പ്രാക്ടിക്കലും ലാംഗ്വേജസിനും മാത്രമാണ് 20 വരുന്നത്. പക്ഷെ ഈ സബ്ജക്ട്സുകളൊക്കെ എടുത്ത കുട്ടികൾക്ക് മാർക്കുകളിൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അസൈൻമെന്റിൽ 20, 16, 8, 6 എന്നൊക്കെ കാണുമ്പോൾ ടെൻഷൻ അടിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് വീണ്ടും മനസ്സിലാക്കുക. മാർക്ക് എത്രയെന്നുള്ളത് മൊത്തം നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഇനിയിപ്പോൾ ഇത് വെച്ച് നോക്കിയാൽ മതി എത്ര മാർക്ക് വന്നു എന്നുള്ളത്. ഓക്കെ, നോ പ്രോബ്ലം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ ഇനിയിപ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? കാരണം അസൈൻമെന്റ് വെച്ചവർക്കല്ലേ ഈ മാർക്ക് കിട്ടുള്ളൂ, അപ്പൊ അവരല്ലേ പാസ്സാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അസൈൻമെന്റ് എന്ന് പറയുന്നതിന് നമുക്ക്
0 മാർക്ക് മുതൽ 20 മാർക്കിന്റെ ഉള്ളിലോ അതല്ലെങ്കിൽ ആബ്സെന്റ് നമ്മൾ ആ അസൈൻമെന്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് തിയറി പരീക്ഷ മാർക്ക് എടുത്താൽ മതി. തിയറി മാത്രം കൂടുതൽ മാർക്ക് എടുത്തിട്ട് നമുക്ക് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് അസൈൻമെന്റ് ഇല്ലെങ്കിലും പാസ്സാവാൻ പറ്റും. അതുപോലെ തന്നെ അസൈൻമെന്റ് മാർക്കിൽ 1 മാർക്കോ 2 മാർക്കോ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിലും നമുക്കത് പാസ്സാവാൻ നമ്മുടെ തിയറി മാർക്ക് അടിസ്ഥാനമാക്കിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ എന്തിനാണ് ഈ അസൈൻമെന്റ് ഒക്കെ വെക്കുന്നത്? ഇതിപ്പോൾ വെറുതെ പാസ്സാവെന്ന് പറഞ്ഞു, പക്ഷേ അസൈൻമെന്റ് അങ്ങനെയാണ് വെക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, അസൈൻമെന്റിന്റെ മാർക്ക് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം 100 മാർക്കിന് നമ്മൾ ഒരു തിയറി പരീക്ഷ എഴുതുമ്പോൾ ആ 100 മാർക്കിനെ 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നേരിട്ട് 20 മാർക്ക് ആഡ് ആവുകയാണ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ 100 മാർക്കിന് എഴുതുമ്പോൾ അത് 80ലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 1 മാർക്കിൽ താഴെ ആയിരിക്കും നമുക്ക് 80 മാർക്കിലോട്ട് കൺസിഡറേഷൻ ചെയ്യുക. എന്നാൽ ഇവിടെ കിട്ടുന്ന അസൈൻമെന്റിന്റെ ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, ഒരു പക്ഷേ ഇവിടെ നമ്മൾ മിനിമം മാർക്കിന് മുകളിൽ നമുക്ക് നല്ല റിസൾട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 26 80ൽ പാസ്സാവാൻ, സോ 26ന് മുകളിൽ നമുക്ക് കിട്ടുന്ന അസൈൻമെന്റിന്റെ ഓരോ മാർക്കുകളും 27, 28, 29 ആവും. പക്ഷേ 100ക്ക് നമുക്ക് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ 33%-നെ 26%-ലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് മാർക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇത് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് പാസ്സാകാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ കോൺഫിഡൻസ് ആണ്. ബട്ട് അസൈൻമെന്റ് വെക്കുക എന്നുള്ളതാണ് സേഫ്റ്റി. കാരണം എന്താ, നമുക്ക് ആ മാർക്കുകളൊക്കെ നല്ലതായിരിക്കും, നമുക്ക് അഡ്വാൻറ്റേജസ് ആവും. ഇനി അസൈൻമെന്റ് വെക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ റിജക്ട് ചെയ്തു അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അസൈൻമെന്റ് ഇല്ലാതെയും പാസ്സാവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കുട്ടികൾ അങ്ങനെ പാസ്സാവുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അസൈൻമെന്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിന്റെയും അസൈൻമെന്റ് മാർക്ക് മാക്സിമം എത്രയാണെന്നുള്ളതും നമ്മൾ എത്ര എടുക്കണം എന്നുള്ളതും, ഇനി അസൈൻമെന്റ് വെക്കാത്ത കുട്ടികൾക്കുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മാർക്ക് കിട്ടിയത് കുറവായി പോയി എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.